Let's discuss question number 11. See, question number 11 അവിടെ നമുക്ക് കാണാം മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതില് ഉറപ്പായും ആ ചോയ്സ് കാണുമ്പോഴേ നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ടിലെ അല്ലെ VB തിയറി എന്നാണ് അവർ നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് തന്നിരിക്കുന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിഗൻഡ് ഉണ്ട്, കോർഡിനേഷൻ നമ്പർ മാറ്റമുണ്ട്. അപ്പൊ ഞാൻ രണ്ടുപേരെയും ഒന്ന് തരംതിരിച്ച് എഴുതുകയാണ്. CA എന്ന് പറയുന്ന ഓപ്ഷൻ COF6 ആണ്, അത് 6 കോർഡിനേഷൻ ആണ്. അതുപോലെ യു ക്യാൻ സീ ദാറ്റ് അഗൈൻ CONH3 6 ആൻഡ് വി ഹാവ് 3+. ഇതുണ്ട് അല്ലെ, ഇവിടെ 3- ഉണ്ട്. ഉറപ്പായും നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഫ്ലൂറിൻ എന്ന് പറയുന്നത് വീക്ക് ലിഗൻഡ് ആണ്, എന്നാൽ അമോണിയ വിത്ത് കൊബാൾട്ട് 3+ ആക്ടിങ് ആസ് എ സ്ട്രോങ് ലിഗൻഡ്. ഓക്കെ, ഇത് രണ്ടിന്റെയും കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പൊ അവർ ഒന്നുകിൽ sp3d2 ആയിരിക്കണം അല്ലെങ്കിൽ d2sp3 ആയിരിക്കണം. നെക്സ്റ്റ് ഇനി നമുക്കുള്ളത് നിക്കൽ ടെട്രാക്ലോറൈഡ് NiCl4 2- ആൻഡ് വി ഹാവ് NiCN4 2-. ഇതാണ് അടുത്ത രണ്ട് നമ്മളുള്ളത്. ഇതിൽ രണ്ടിന്റെയും പ്രത്യേകത കോർഡിനേഷൻ നമ്പർ 4 ആണ്. ആദ്യത്തെ ആള് വീക്ക് ലിഗൻഡ് ആണ്, രണ്ടാമത്തെ ആള് സ്ട്രോങ് ലിഗൻഡ് ആണ്. ആരാണോ സ്ട്രോങ് ലിഗൻഡ് അവര് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും, ആരാണോ വീക്ക് ലിഗൻഡ് അവർ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സും എന്ന കൺസെപ്റ്റ് മാത്രമേ നമുക്കിവിടെ പറയേണ്ടതായിട്ടുള്ളൂ. അവരെ തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് 6 ആണ്, ഇതും 6 ആണ് അല്ലെ. ഇതില് വീക്ക് ലിഗൻഡ് ആദ്യത്തെ ആളാണ്, അയാൾ ഔട്ടർ ഓർബിറ്റിലായിരിക്കും. അപ്പൊ sp3d2 അയാൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ A എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് മാച്ച് ചെയ്യാം? സോ വീക്ക് ലിഗൻഡ്, സോ അയാളുടെ മാച്ച് sp3d2. അങ്ങനെയാണെങ്കിൽ കൊബാൾട്ട് NH3 നേരെ തിരിച്ച് d2sp3 അല്ലെ. ആദ്യത്തെ ആൾ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്, രണ്ടാമത്തെ ആൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. അതുപോലെ നിക്കൽ ടെട്രാക്ലോറൈഡും നിക്കൽ ടെട്രാസൈനൈഡും നമ്മൾ നോക്കുകയാണെങ്കിൽ നിക്കൽ ടെട്രാക്ലോറൈഡ് വീക്ക് ലിഗൻഡ് ആണ്, അപ്പോൾ അയാൾ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് sp3. നെക്സ്റ്റ് സൈനൈഡ് ഇസ് എ സ്ട്രോങ് ലിഗൻഡ്. സ്ട്രോങ് ലിഗൻഡ് ആണെങ്കിൽ അയാൾ എന്ത് നടക്കും? പെയറിംഗ് നടക്കും. സോ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഇറ്റ് വിൽ ബി dsp2. അപ്പൊ അങ്ങനെ നമ്മൾ മാച്ച് ചെയ്താൽ നിക്കൽ ടെട്രാക്ലോറൈഡ് ഈസ് sp3, നിക്കൽ ടെട്രാസൈനൈഡ് ഈസ് dsp2, കൊബാൾട്ട് NH3 ഇറ്റ് വിൽ ബി അല്ലെ. അപ്പൊ നമ്മൾ ഓപ്ഷൻ A എന്ന് പറയുന്നത് 3 വരും, A എന്ന് പറയുന്നത് 3 വരും. B2 തന്നെയാണ്, C1 വരും, D4 വരും. സോ ഓപ്ഷൻ 2 comes as your answer for this particular question.